സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇസ്രായേൽ സേന എയർ സ്ട്രൈക്കിലൂടെ ഹസൻ നാസറുള്ളയെ വധിച്ചതിന് ശേഷം ലെബനോനിലുള്ള ഹിസ്ബുള്ളയുടെ ടാർഗറ്റ്സിന് നേരെ വളരെ ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷവും വരുന്ന കറണ്ട് ന്യൂസുകൾ വെച്ച് ശക്തമായ ആക്രമണം ലെബനോനിലെ ഹിസ്ബുള്ള ടാർഗറ്റ്സിന് നേരെ ഇസ്രായേൽ സേന നടത്തുന്നുണ്ട്. നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നതുപോലെ തന്നെ നസറോടൊപ്പം അവരുടെ മിസൈൽ സെൻഡിങ് സംവിധാനങ്ങളുടെയൊക്കെ തലവനായിരുന്ന അലി ഖറാക്കി എന്ന് പറയുന്ന ആളും മരണപ്പെട്ടതായി ഹിസ്ബുള്ള ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് മരണപ്പെട്ടതെന്ന് വാസ്തവത്തിൽ അവർക്ക് തന്നെ വലിയ നിശ്ചയമില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഹിസ്ബുള്ള ആസ്ഥാനം ഒരു സെറ്റ് ഓഫ് ബിൽഡിങ്സ് ആയിരുന്നു. ആ സെറ്റ് ഓഫ് ബിൽഡിങ്സിൻ്റെ അണ്ടർഗ്രൗണ്ടിലുള്ള ബങ്കറിലാണ് ആക്രമണം ഭയന്ന് ഈ ഹസൻ നാസറുള്ളയും അദ്ദേഹത്തിൻ്റെ ടീമും ഒളിച്ചിരുന്നത്. ഏത് നിമിഷവും അദ്ദേഹം ലക്ഷ്യം വയ്ക്കപ്പെടാം എന്ന് അറിയാവുന്നതുകൊണ്ട് വർഷങ്ങളായി ഹസൻ നാസറുള്ളയെ ഒരിക്കലും വെളിച്ചത്ത് കാണാറില്ല. അദ്ദേഹം എന്നും അണ്ടർഗ്രൗണ്ടിൽ സഞ്ചരിക്കുന്ന ആളാണ്, ഒരിക്കലും വെളിച്ചത്ത് വരുന്ന ആളല്ല. ഇടയ്ക്കിടയ്ക്ക് റെക്കോർഡായിട്ടുള്ള TV പ്രഭാഷണങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് അദ്ദേഹത്തെ കാണുവാനുള്ള അവസരം. അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണങ്ങളൊക്കെ യാത്ര എല്ലാം സീക്രട്ടായിരിക്കും. ആ രീതിയിലുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ ബങ്കറിൽ അദ്ദേഹമുണ്ട് എന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് ഇസ്രായേൽ സേന ആ ബങ്കർ ആക്രമിക്കുകയായിരുന്നു. ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ അടിയിലുള്ള ബങ്കറാണ്. അതൊക്കെ ആക്രമിക്കണമെങ്കിൽ വലിയ ടെക്നോളജി ആവശ്യമുണ്ട്. ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കൊണ്ട് ബോംബിട്ടാലൊന്നും ബങ്കർ തകരുകയില്ല. ബങ്കർ തകരണമെങ്കിൽ ബങ്കർ തകരുന്ന ടൈപ്പ് പ്രഷർ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ബോംബുകൾ ഉപയോഗിക്കണം. സാധാരണ ബോംബ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു എക്സ്പ്ലോഷൻ അത് ഈ രീതിയിലാണ് പോകും, മുകളിലേക്കാണ് എക്സ്പ്ലോഷൻ വരിക. അതുകൊണ്ടാണ് ബോംബ് ഒക്കെ പൊട്ടുന്ന സമയത്ത് ആളുകൾ നിലത്ത് കമിഴ്ന്ന് കിടക്കുന്നത്, അവരുടെ മേലേക്ക് ഷെല്ലുകൾ വരാതിരിക്കാൻ വേണ്ടി. ഇത് ഈ ബങ്കർ ബസ്റ്ററിങ് ബോംബുകൾ എന്ന് പറയുന്നത് അതിൻ്റെ പ്രഷർ താഴേക്കാണ്. അപ്പോൾ അത് ഭൂമിയിൽ വീണ് അല്ലെങ്കിൽ എവിടെയാണോ പൊട്ടുന്നത് ആ പൊട്ടുന്ന സ്ഥലത്ത് നിന്ന് അതിൻ്റെ പ്രഷർ താഴേക്കാണ് പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10, 15, 20 അടിയോളം താഴേക്ക് അതിൻ്റെ പ്രഷർ ചെലുത്തുവാനുള്ള ശേഷി ഈ ബങ്കർ തകർക്കുന്ന ബോംബുകൾക്കുണ്ട്. അതും വളരെ അഡ്വാൻസ്ഡ് ടെക്നോളജി ആവശ്യമുള്ള സംവിധാനമാണ്. ഒരു ബോംബ് പൊട്ടുന്ന സമയത്ത് അതിൻ്റെ പ്രഷർ ഏത് ഡയറക്ഷനിലേക്ക് പോകണം എന്ന് നിശ്ചയിക്കാൻ കഴിയുന്നത് ചെറിയ കാര്യമല്ല. ഒരു പടക്കം പൊട്ടിക്കുന്ന പോലത്തെ പരിപാടിയല്ല അത്. നമ്മളൊരു പടക്കം പൊട്ടിക്കുകയാണെങ്കിൽ അത് എയറിലേക്കാണ് അതിൻ്റെ പ്രഷർ വരിക, ഇത് നേരെ താഴേക്ക് പോകണം. അപ്പോൾ അങ്ങനെയുള്ളൊരു സംവിധാനം ഉപയോഗിച്ച് തകർത്ത് കഴിഞ്ഞപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഡെഡ് ബോഡികൾ ശിഥിലമായി പോയിട്ടുണ്ട്. അപ്പോൾ അത് DNA പരിശോധന പോലുള്ള സംവിധാനങ്ങൾ വഴി മാത്രമാണ് ഇത് ആരുടെ ഡെഡ് ബോഡിയാണ്, ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഉറപ്പിക്കാൻ പറ്റുക. പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിലൊന്നും ഇവർക്ക് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളില്ല. കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളൊന്നും ഉപയോഗിക്കാൻ നിവൃത്തിയില്ല. പേജർ ബോംബ് സ്ഫോടനത്തിന് ശേഷം എല്ലാവിധ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും ഓഫാക്കി വെച്ചുകൊണ്ടാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. അതോടെ തന്നെ അവരുടെ കൈയും കാലമൊക്കെ ഒടിഞ്ഞു. കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളില്ലാതെ ഒരു വാർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലിൻ്റെ വളരെ കൃത്യമായ പ്ലാനിങ്ങും അവർ വെള്ളിയാഴ്ച രാവിലെ ഇസ്രായേൽ പ്രസിഡന്റ് UN ആസ്ഥാനത്ത് പോയി ഞങ്ങൾ വിജയത്തോട് അടുത്തു എന്ന് പ്രഖ്യാപിച്ചത് വെറുതെ പറഞ്ഞതല്ല, വിടുകയല്ലത്. അത് അവർ വളരെ വളരെ കൃത്യമായിട്ട് അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ലോകത്തോടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇസ്രായേൽ പ്രസിഡന്റ് നടത്തിയത്. അവർ വിജയത്തോട് അടുത്ത് കഴിഞ്ഞു. അപ്പം അതിൽ ഇനി ഇതൊക്കെ വാസ്തവത്തിൽ ഇറാൻ്റെ കൈകളാണ്. ഈ പറയുന്ന ഹമാസ് ആയിക്കൊള്ളട്ടെ, ഹെസ്ബുള്ള ആയിക്കൊള്ളട്ടെ, ഇപ്പോൾ പുതിയ ആക്രമണവുമായി വരുന്ന ഹൂതികളായിക്കൊള്ളട്ടെ, ഇവരെല്ലാവരും ഇറാൻ്റെ കൈകളാണ്. വാസ്തവത്തിൽ ഇസ്രായേലിനെതിരെയുള്ള എല്ലാ ആക്രമണങ്ങളെയും തലച്ചോറുകളാണ്. ഈ ഹമാസിൻ്റെ നേതാവ്, സമോന്നത നേതാവ് ഇസ്മായിൽ ഹാനിയ വധിക്കപ്പെട്ടത് ഇറാൻ്റെ തലസ്ഥാനത്ത് വെച്ചാണ്. അപ്പോൾ അദ്ദേഹം തറവാട്ടിൽ പോയതാണ്, തറവാട്ടിൽ വെച്ച് അദ്ദേഹം വധിക്കപ്പെട്ടതാണ്. ഈ ഹിസ്ബുള്ള ഭീകരരുടെ തലവനായിട്ടുള്ള നാസറുള്ളയും മിക്കവാറും ഇറാനിലാണ് താമസം, തറവാട്ടിൽ തന്നെയാണ് താമസം. അദ്ദേഹം ഇപ്പോൾ ഇവിടെ വന്ന് കുടുങ്ങിപ്പോയതാണ്. കുടുങ്ങിയിട്ട് അദ്ദേഹത്തിന് തറവാട്ടിലേക്ക് പോകാൻ സമയം കിട്ടാതെ പോയതാണ്. അപ്പോൾ ഈ പറയുന്ന എല്ലാ ഭീകര പ്രസ്ഥാനങ്ങളുടെയും തലച്ചോറ് ഇറാനാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ AI ടെക്നോളജി, ഇപ്പോൾ പുതിയ ടൈപ്പ് ടെക്നോളജികൾ വന്നതിന് ശേഷം ഇസ്രായേൽ വാർഫെയറിൽ വളരെയധികം അഡ്വാൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് വലിയൊരു ഏരിയ കവർ ചെയ്തുള്ള വാർ എപ്പോഴും ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഒരുപാട് ജീവൻ അതിൽ നഷ്ടപ്പെടും. കൂടാതെ ഒരുപാട് എക്സ്പെൻസ് വരും. ഇപ്പോൾ പേജർ ബോംബ് പോലെയുള്ള വളരെ സ്പോട്ടഡ് ആയിട്ടുള്ള വാർ ലീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ലെസ് എക്സ്പെൻസീവാണ്. അവിടെയൊക്കെ വരുന്നത് ടെക്നോളജിയാണ്.
അപ്പം ടെക്നോളജി വളരെയധികം വാറിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒത്തിരിയധികം അഡ്വാൻസ് ചെയ്യുവാൻ ഇസ്രായേൽ സേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ AI ടെക്നോളജി ഏറ്റവും അധികം അഡ്വാൻസ്ഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് IDF ആണ് എന്നുള്ളത് അറിയപ്പെടുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അവരത് എവിടെയൊക്കെ ഏതൊക്കെ രീതിയിൽ അഡ്വാൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കുകയില്ല. ഇപ്പം ഇന്നലെ ആയത്തുള്ള ഖമൈനി ഇതിനെല്ലാം പ്രതികാരം കിട്ടും. അദ്ദേഹം അന്ന് ഹാനിയ വധിക്കപ്പെട്ട ദിവസം തന്നെ അദ്ദേഹം പ്രതികാരത്തിന് ആഹ്വാനം ചെയ്തതാണ്. അതിനുശേഷം ഇപ്പം നസറുള്ള വധിക്കപ്പെട്ടതിന് ശേഷം വീണ്ടും അദ്ദേഹം പ്രതികാരത്തിന് ആഹ്വാനം ചെയ്തു. ഈ ആഹ്വാനം ചെയ്ത് കഴിഞ്ഞ് ഇദ്ദേഹം നേരെ അണ്ടർഗ്രൗണ്ടിലേക്ക് പോയി. പിന്നെ ഇദ്ദേഹത്തെ കാണാനില്ല. ഇദ്ദേഹം ഇതുപോലെ ഏതൊരു ബങ്കറിൽ കയറി ഇല്ലയെ പോലെ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്ന ഒരു സംഗതി, ഈ ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ നമുക്കറിയാം രാജഭരണമാണ്. ഈ ഇറാനിൽ ക്ലർജി പുരോഹിതന്മാരാണ് ഭരിക്കുന്നത്. ഈ പറയുന്ന ഈ ഖമനൈ എന്ന് പറയുന്ന ഈ സുഹൃത്ത്, ഇദ്ദേഹം ഒരു ഇസ്ലാമിക പുരോഹിതനാണ്. ഖമനൈ എന്ന് പറയുന്ന അവരുടെ ഒരു കുടുംബപ്പേരാണ്. മുഹമ്മദ് നബിയുടെ കാലം മുതൽ ഇങ്ങനെ തുടർന്നു വരുന്ന മതവുമായി ബന്ധപ്പെട്ട ഒരു കുടുംബമാണത്. ഇവർക്കൊക്കെ റിലീജിയസ് എഡ്യൂക്കേഷൻ മാത്രമേ ഉള്ളൂ. സയൻസ് എഡ്യൂക്കേഷനോ ജനറൽ മോഡേൺ എഡ്യൂക്കേഷനോ അശേഷമില്ല. അവരുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. വെറും റിലീജിയസ് എഡ്യൂക്കേഷൻ മാത്രമുള്ളവരാണ്. അവർക്ക് മതത്തിൻ്റെ പേരിൽ ആളുകളെ ശത്രുക്കളായിട്ടോ മിത്രങ്ങളായിട്ടോ കരുതുക എന്നതിനപ്പുറത്തേക്കുള്ള യാതൊരു വീക്ഷണവുമില്ല. ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ട് യാതൊരു പ്രശ്നവുമില്ല. 1947 ഇസ്രായേൽ രൂപീകരിക്കാൻ തീരുമാനിച്ച കാലം മുതൽ പാലസ്തീനികളും ഇസ്രായേൽക്കാരും തമ്മിൽ പ്രശ്നമുണ്ടായ കാലത്ത് അന്ന് പാലസ്തീനികളെ സഹായിച്ചുകൊണ്ട് 48 യുദ്ധത്തിനിറങ്ങിയത് ഈജിപ്തും സിറിയയും ലെബനോണുമാണ്. അവരെ സഹായിക്കാൻ വേണ്ടി സൗദി അറേബ്യ പിന്നിൽ നിന്ന് താങ്ങിക്കൊടുത്തു. യമൻ സഹായിച്ചു കൊടുത്തു. ജോർദാനും സഹായിച്ചു കൊടുത്തു. ജോർദാൻ അന്ന് നേരിട്ട് വാറിൽ വന്നില്ല. ഈ 3 രാജ്യങ്ങളാണ് കാര്യമായിട്ട് യുദ്ധത്തിൽ വന്നത്. ആ യുദ്ധം കൊണ്ട് അവർക്കൊരു നേട്ടം ഉണ്ടാക്കാൻ പറ്റിയില്ല. അന്ന് സെമി ഫോംഡ് ആയിരുന്ന ഇസ്രായേൽ സ്റ്റേറ്റ് അന്ന് അവർ ഫോം ചെയ്ത് വരുന്നതേ ഉള്ളൂ. ആ സ്റ്റേറ്റ് അന്നൊരു ഓർഗനൈസ്ഡ് ഫോമിലുള്ള മിലിറ്ററി പോലും അവർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അവർ കുറച്ച് മാസങ്ങളെടുത്താണ് യുദ്ധം ചെയ്ത് ഈ രാജ്യങ്ങളെയൊക്കെ തോൽപ്പിക്കുകയും UN അവർക്ക് അലോട്ട് ചെയ്തതിൽ കൂടുതൽ സ്ഥലം അവർ പിടിച്ചെടുക്കുകയും ചെയ്തു. പിന്നീട് ഈ പാലസ്തീനികളും ഇസ്രായേലും തമ്മിലുള്ള ഈ ഫ്രിക്ഷൻ അത് നിരന്തരമായി തുടർന്നുകൊണ്ടിരുന്ന 1967 6 ഡേ വാർ എന്ന് പറയുന്ന വലിയ യുദ്ധം ഉണ്ടാകുന്നത്. രണ്ടാമത്തെ യുദ്ധത്തിൽ ലെബനോണില്ല. ആദ്യത്തെ യുദ്ധത്തിൽ ലെബനോണില്ല. രണ്ടാമത്തെ യുദ്ധത്തിൽ ജോർദാൻ പങ്കെടുത്തു. ആദ്യത്തെ യുദ്ധത്തിൽ ജോർദാനില്ല. അപ്പം ജോർദാൻ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്ത യുദ്ധമാണ് രണ്ടാമത്തെ യുദ്ധം. അപ്പം ജോർദാനും ഈജിപ്തും സിറിയയുമാണ് പ്രധാനമായിട്ട് വന്നത്. പിന്നെ അവരെ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങൾ സൈലൻ്റായിട്ട്, ഇസ്ലാമിക രാജ്യം മീൻസ് മെയിൻലി സൗദി അറേബ്യ, സൈലൻ്റായിട്ട് സഹായിച്ചിട്ടുണ്ട്. ആ യുദ്ധത്തിൽ ഈ പറയുന്ന ഇസ്രായേലിനെ എതിർത്ത രാജ്യങ്ങൾ ദയനീയമായി പരാജയപ്പെടുകയും പാലസ്തീന് കൊടുത്ത മുഴുവൻ പ്രദേശങ്ങളും ഇസ്രായേൽ തിരിച്ചു പിടിക്കുകയും അത് മുഴുവൻ ഇസ്രായേലിന് കയ്യിലാക്കുകയും ചെയ്തു. പിന്നീട് സമാധാനത്തിന് പകരം ഭൂമി എന്നുള്ള നിലയിലുള്ള ഒരു നെഗോസിയേഷൻ നടത്തിയാണ് 1975-76 കാലഘട്ടത്തോടു കൂടി ഈ ഇസ്രായേൽ പിടിച്ചെടുത്ത ഭൂമി കുറേയൊക്കെ വിട്ടുകൊടുത്തു. പക്ഷേ എങ്കിലും ജെറുസലേം അവർ പിടിച്ചെടുത്തത് തിരിച്ചു കൊടുക്കാൻ അവർ തയ്യാറായില്ല. ജെറുസലേം പൂർണ്ണമായിട്ടും അവരുടെ കയ്യിൽ വെച്ചു. ഇപ്പോൾ ജെറുസലേം പൂർണ്ണമായിട്ട് ഇസ്രായേലിൻ്റെ ഭാഗമാണ്. അന്ന് UN അത് അംഗീകരിച്ചിരുന്നില്ല. പിന്നീട് ഇപ്പോൾ ഓരോരോ രാജ്യങ്ങളായിട്ട്, ആദ്യം അമേരിക്കയാണ് ഒരു 3 വർഷം മുൻപ് അത് ഇസ്രായേലിൻ്റെ ഭാഗമായിട്ട് അംഗീകരിച്ചത്. കാരണം ഇൻ്റർനാഷണൽ നിയമം അനുസരിച്ച് യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്ന ഭൂമികളെ ഒരിക്കലും ആ രാജ്യത്തിൻ്റെ ഭാഗമായി അംഗീകരിച്ചു കൊടുക്കില്ല എന്നുള്ളത് ഇൻ്റർനാഷണൽ ലോയാണ്. അപ്പോൾ അത് വയലേറ്റ് ചെയ്തുകൊണ്ടാണ് അമേരിക്ക ജെറുസലേം ഇസ്രായേലിൻ്റെ ഭാഗം അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെതായി അംഗീകരിച്ചു കൊടുത്തത്. ജെറുസലേമിലേക്ക് അവരവരുടെ ക്യാപിറ്റൽ ടെൽ അവീവിൽ നിന്ന് മാറ്റുകയും ചെയ്ത കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റിലൊന്നും ഇറാനില്ല. ഇറാൻ ഇതിനകത്ത് ഒരു കാര്യമില്ല. ഇറാൻ ഇസ്രായേലിൽ നിന്ന് വളരെ അകലത്തിൽ കിടക്കുന്ന ഒരു രാജ്യമാണ്. ഇവർ 1979 മതപുരോഹിതന്മാർ നേതൃത്വം നൽകിയ ഒരു വിപ്ലവം ഇറാൻ ഷിയ ഭരണകൂടം, വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് രാജ്യമായിരുന്നു. അത് വളരെ വെസ്റ്റേൺ രീതിയിൽ ജീവിക്കുന്ന മനുഷ്യരും വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കിട്ടുന്ന ആളുകളുമുള്ള ഒരു രാജ്യമായിരുന്നു ഇറാൻ. അറേബ്യൻ രാജ്യങ്ങളിലെ ഒരു യൂറോപ്പായിരുന്നു, അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ രാജ്യമായിരുന്നു ഇറാൻ. ആ രാജ്യത്തെ മതപുരോഹിതന്മാരുടെ ഒരു സംഘം നടത്തിയ ഒരു അട്ടിമറിയിലൂടെ അവിടുത്തെ ഭരണ സംവിധാനം ഇവരെ പിടിച്ചെടുത്തു. ഈ മത നേതൃത്വം പിടിച്ചെടുക്കുകയും അന്നു മുതൽ മതനേതാക്കന്മാരായ ഖമേനിമാർ ഇതിൻ്റെ പ്രസിഡന്റുമാരായി വരികയും ചെയ്തു. വെറും കാട്ടുഭരണത്തിലേക്ക് പോയി. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കില്ല. ആ രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള മതനിയമങ്ങളും തീർത്തും ബാർബേറിയനായിട്ടുള്ള 5-ാം നൂറ്റാണ്ടിലെ മതനിയമങ്ങൾ അടിച്ചേൽപ്പിച്ച് ആ രാജ്യം ഒരുപാട് പുറകോട്ട് പോയി. അപ്പം ഈ അറേബ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഒരു ശക്തമായ സൈന്യമുള്ള രാജ്യം ഇറാൻ മാത്രമാണ്. പിന്നെ ഉണ്ടായിരുന്നത് ഇറാഖാണ്. ഇറാഖ് ഗൾഫ് വാറിൽ പൂർണ്ണമായും തകർന്നുപോയി. അപ്പം അറബ് രാജ്യങ്ങളിടയിൽ ഒരു ശക്തമായ സൈന്യമുള്ള രാജ്യം
ഈ ഇറാൻ മാത്രമാണ്. പിന്നീടുള്ളത് ഇസ്രായേലാണ്. അപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിൽ ഒന്ന് മുട്ടി നോക്കാമെന്നുള്ളൊരു ചിന്ത ഇറാൻ ഉണ്ടാവുകയും അങ്ങനെ ഇറാൻ ഇസ്രായേലിനെതിരെ വിവിധ ഗ്രൂപ്പുകളെ ട്രെയിൻ ചെയ്ത് ചൊറിയുകയും ചെയ്തതാണ് ഇപ്പോഴുണ്ടാകുന്ന ഈ കാണുന്ന സീനിൻ്റെ ഒക്കെ കാര്യം. നേരെ മറിച്ച് അറബ് രാജ്യങ്ങളിലുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് ജനാധിപത്യം ഇല്ലാന്ന് പറയും. പക്ഷേ ജനാധിപത്യം ഇല്ലെങ്കിൽ അവിടെയൊക്കെ ഭരിക്കുന്ന രാജാക്കന്മാരാണ്. ഈ രാജാക്കന്മാരെല്ലാവരും തന്നെ വെസ്റ്റേൺ രാജ്യങ്ങളിലോ US പോയി നല്ല ഒന്നാന്തരം എഡ്യൂക്കേഷൻ ശ്രദ്ധിക്കുന്നവരാണ്. അപ്പം സൗദി അറേബ്യയിലായിക്കൊള്ളട്ടെ, ദുബായിലായിക്കൊള്ളട്ടെ, അബുദാബിയിലായിക്കോട്ടെ, ഷാർജയിലായിക്കോട്ടെ, ഇതൊക്കെ നിയന്ത്രിക്കുന്ന രാജാക്കന്മാരുടെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ രാജാക്കന്മാർ നല്ല ഒന്നാന്തരം മോഡേൺ എഡ്യൂക്കേഷൻ കിട്ടിയ ആളുകളാണ്. അപ്പോൾ അവരിൽ നിന്നൊക്കെ മതഭ്രാന്ത് ഒഴിഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ടാണ് സൗദി അറേബ്യയിലൊക്കെ ഇപ്പോൾ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാവുന്നതും സ്ത്രീകൾ ഡ്രൈവ് ചെയ്യാവുന്നതും ഒക്കെ അവിടുത്തെ ഭരണ നേതൃത്വം പറയുന്നത്. അവിടുത്തെ ക്ലർജി പൗരോഹിത്യ നേതൃത്വത്തിന് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ എങ്കിൽ പോലും അവർ പതുക്കെ മോഡേണിസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അറബ് രാജ്യങ്ങളൊക്കെ മോഡേണിസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭ്രാന്തിൽ നിന്ന് അവർ ഒഴിഞ്ഞു പോവുകയാണ്. ബിക്കോസ് അവർക്കെല്ലാവർക്കും ഈ മോഡേൺ എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്. നേരെ മറിച്ച് ഈ ക്ലർജി ഭരിക്കുന്ന ഈ രാജ്യത്ത് ക്ലർജിയാണ് ഭരണതലപ്പതിരിക്കുന്നത്. ഒരാൾക്ക് പോലും മോഡേൺ എഡ്യൂക്കേഷൻ ഇല്ല. എല്ലാവർക്കും ഈ 4ാം ക്ലാസ് മുതലുള്ള മദ്രസ എഡ്യൂക്കേഷനും അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള പഠനങ്ങളുമാണ്. ഇപ്പോൾ ഫിലോസഫി എന്ന് പറയുമ്പം ഇസ്ലാമിക് ഫിലോസഫിയാണെന്ന് ഓർക്കണം. അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാഭ്യാസം മാത്രമാണ് ഈ കൂട്ടർക്ക് ലഭിക്കുന്നത്. ആ വിദ്യാഭ്യാസമില്ലായ്മയുടെ മുഴുവൻ പരിമിതികളും ആ ഭരണ നേതൃത്വത്തിനുണ്ട്. അതാണ് ആ രാജ്യം ഇത്തരത്തിലുള്ള ഭീകരതയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. സ്വയം വലിയ ഒരു ആപ്പ് തലയുടെ മുകളിൽ വാങ്ങിവെച്ച അവസ്ഥയാണിപ്പോൾ. അപ്പം ഇസ്രായേൽ എന്ത് ചെയ്തു? ഹമാസിനെ അവർ തകർത്തു. അത് ഇറാൻ്റെ തലസ്ഥാനത്ത് തന്നെ പോയി ഹമാസിൻ്റെ നേതാവിനെ തകർത്തു. അനുയായികളെ അവർ മാളത്തിലിട്ട് കൊന്നു തീർത്തു. അതോടെ ഇറാൻ്റെ ഒരു കൈ തീർന്നു. ഇനി ഹിസ്ബുള്ളയും ഈ ഹസൻ നാസറുള്ള എന്ന് പറയുന്നത് ഭീകരന്മാരുടെ ഇടയിലെ ഏറ്റവും തലയെടുപ്പുള്ള ഭീകരനാണ്. ഇസ്മായിൽ ഹാനിയൊക്കെ അതിനെ കഴിഞ്ഞ് ഒത്തിരി താഴെ വരുന്നൊരു കുഞ്ഞൻ ഭീകരനാണ്. ഈ നസറുള്ള എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരനാണ്. ആ വലിയ ഭീകരൻ്റെ തലയവരെടുത്തു. മാത്രമല്ല ഹിസ്ബുള്ളയുടെ കൈയും കാലും എല്ലാം അവർ തകർത്ത് കളഞ്ഞു. അത് വലിയ താമസിയാതെ ലെബനോണിലൂടെ നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുള്ള കോമ്പിംഗ് ഓപ്പറേഷനിലൂടെ ഭൂമിയിലൂടെ കടന്നു എന്ന് തന്നെ ഓരോ ഹിസ്ബുള്ള പോക്കറ്റുകളും തകർത്ത് അവർ മുന്നേറും. അക്കാര്യത്തിൽ അവർ വളരെ കോൺഫിഡൻ്റ് ആണ്. ഇതിനിടയിലുള്ള ഹൂതികൾ ഒരു മിസൈൽ ഇസ്രായേലിലേക്ക് അയച്ചൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ഹൂതികൾ യമനിലാണ് താമസിക്കുന്നതെന്ന് ഓർക്കണം. യമൻ എന്ന് പറയുന്നത് ഇസ്രായേലിൽ നിന്ന് 2000 കിലോമീറ്റർ അകലെയുള്ള ഒരു രാജ്യമാണ്. ഈ യമൻ്റെയും ഇസ്രായേലിൻ്റെയും ഇടയിൽ വലിയ സൗദി അറേബ്യ കിടക്കുന്നുണ്ട്. സൗദി അറേബ്യയുമായിട്ട് പോലും ഇസ്രായേലിന് ബോർഡറില്ല. ജോർദാനുമായിട്ടാണ് ബോർഡർ ഉള്ളത്. ആ ജോർദാൻ്റെ അപ്പുറത്താണ് സൗദി അറേബ്യ ഉള്ളത്. അതിൻ്റെയും താഴെ മീൻസ് അറബിക്കടലിനോട് ചേർന്നിട്ടാണ് യമൻ എന്ന് പറയുന്ന കൊച്ചു രാജ്യമുള്ളത്. ആ കൊച്ചു രാജ്യത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഭീകര സംഘടനയാണ് ഹൂതികളെന്ന് പറയുന്നത്. അവർ അവിടെ നിന്ന് റോക്കറ്റ് ഇസ്രായേലിലേക്ക് വിട്ടിരിക്കുന്നത്. അപ്പോൾ അവർ വിട്ടിരിക്കുന്ന റോക്കറ്റ് പുതിയ ടെക്നോളജി ഉപയോഗിച്ചുള്ളതാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അൾട്രാസോണിക് മിസൈൽ എന്നാണ് അതിന് പറയുന്നത്. അൾട്രാസോണിക് മിസൈൽ, ബാലിസ്റ്റിക് മിസൈൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാം കയ്യിലുള്ള, നമ്മുടെ കയ്യിൽ ഇന്ത്യയുടെ കയ്യിൽ ഇത്തരം എല്ലാ മോഡേൺ ടൈപ്പ് വെപ്പൺസും ഉണ്ട്. ഈ ഭീകര പ്രസ്ഥാനങ്ങളുടെ കയ്യിലൊന്നും ഇത്തരം വളരെ മോഡേൺ ആയിട്ടുള്ള സാധനമൊന്നുമില്ല. പക്ഷേ അൾട്രാസോണിക് മിസൈലുകൾ ഇറാനുണ്ട്. ഇറാൻ ആ മിസൈലുകൾ ഹൂതികൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അൾട്രാസോണിക് മിസൈലുകളുടെ പ്രത്യേകത അത് സ്പേസിലേക്ക് വല്ലാതെ കടക്കില്ല. സാധാരണ ഇതിൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഭൂമിയിൽ നിന്ന് പൊങ്ങി സ്പേസിലൂടെ സഞ്ചരിച്ച് അതിൻ്റെ ടാർഗറ്റ് പോയി വീഴാണ് ചെയ്യുക. അപ്പം സ്പേസിലേക്ക് പോകാൻ വേണ്ടി ഇതിന് റോക്കറ്റ് ടെക്നോളജിയാണ് കൊടുക്കുന്നത്. റോക്കറ്റ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്യൂവലിന് എയർ ആവശ്യമില്ല. എയർ വേണ്ടാതെ കത്താൻ പറ്റുന്ന ഫ്യൂവലുള്ള സാധനമാണ്. നേരെ മറിച്ച് ഈ അൾട്രാസോണിക് മിസൈലുകളിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽ അത് എയർ ഉപയോഗിച്ച് കത്തുന്നതാണ്. ദാറ്റ് മീൻസ് അറ്റ്മോസ്ഫിയറിലൂടെയാണ് അത് സഞ്ചരിക്കുക. അപ്പോൾ അറ്റ്മോസ്ഫിയറിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അത് സ്ട്രൈറ്റ് ലൈനിലാണ് സഞ്ചരിക്കുക. സ്ട്രൈറ്റ് ലൈനിൽ സഞ്ചരിക്കുമ്പോൾ അതിന് അറ്റ്മോസ്ഫിയറായിട്ട് വലിയ ഫ്രിക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ വലിയ ഫ്രിക്ഷനിൽ വലിയ ടെമ്പറേച്ചർ ഉണ്ടാവുകയും ആ ടെമ്പറേച്ചർ ഉണ്ടാവുന്നത് കൊണ്ട് 2 അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന്, റേഡിയോ സിഗ്നൽസ് അതിനകത്തേക്ക് കടക്കുകയില്ല, അതിൽ നിന്ന് പുറത്തേക്ക് വരികയുമില്ല. അപ്പോൾ റേഡിയോ സിഗ്നൽസ് കടക്കാത്തത് കൊണ്ട് അതിനെ സ്പോട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം അത്തരം മിസൈലാണ് ഹൂതികൾ അയച്ചതെന്നാണ് ഹൂതികൾ അവകാശപ്പെടുന്നത്. പക്ഷേ ഇസ്രായേൽ പറയുന്നത് അത് അൾട്രാസോണിക് മിസൈൽ അല്ല, അതൊരു സൂപ്പർസോണിക് മിസൈൽ മാത്രമാണ്. സൂപ്പർസോണിക് മിസൈൽ എന്ന് പറയുമ്പം ശബ്ദത്തേക്കാൾ 1-2 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്നതാണ്. അൾട്രാസോണിക് മിസൈൽസ് എന്ന് പറയുന്നത് ശബ്ദത്തേക്കാൾ 5 മുതൽ 15 വരെ ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്നതാണ്. ഒരു മണിക്കൂറിൽ ഏകദേശം 10,000 മുതൽ 20,000 കിലോമീറ്റർ വരെ വേഗതയിലാണ് ഈ മിസൈലുകൾ സഞ്ചരിക്കുക. 40,000 കിലോമീറ്റർ എന്ന എസ്കേപ്പിംഗ് വെലോസിറ്റി, ഭൂമിയുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിൽ നിന്ന് കടന്നു പോകാൻ പറ്റുന്ന വെലോസിറ്റിയാണ് 40,000 കിലോമീറ്റർ പെർ അവർ എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ 20,000 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് അതിഭയങ്കര വെലോസിറ്റിയാണ്. അത്തരമൊരു വെലോസിറ്റി അറ്റ്മോസ്ഫിയറിലൂടെ സഞ്ചരിച്ചാൽ
അത് എന്ത് സാധനമാണ് കത്തിക്കരിഞ്ഞു പോകും. നമ്മൾ ഉൽക്കകളൊക്കെ കത്തിക്കരിഞ്ഞു പോകുന്ന കാണാം. അപ്പം ആ മിസൈലിന് ഉണ്ടാക്കുന്ന കവറ്, ആ മിസൈലിൻ്റെ കവറ് അത്രയധികം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിന് സഞ്ചരിക്കാൻ പറ്റില്ല. ആ ലെവലിലേക്കൊന്നും ഇറാൻ്റെ ടെക്നോളജി അഡ്വാൻസ് ചെയ്യപ്പെട്ടിട്ടില്ല. എന്തായാലും ശരി, ഇത്തരം ഒരു മിസൈൽ അയച്ച ഹൂതികൾ പരീക്ഷിച്ചിട്ടുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ പറഞ്ഞ ഈ ഹിസ്ബുള്ളയെ തീർത്ത് കഴിഞ്ഞാൽ മിക്കവാറും യമനിൽ പോയി ഹൂതികളെ തീർക്കേണ്ട ഒരു പണിയും കൂടി ഇസ്രായേലിനുണ്ടാകും. അതോടെ ഇത് ടോട്ടലായിട്ട് സൈലൻ്റ് ആവുകയുള്ളൂ. കാരണം ഇറാൻ തീറ്റ കൊടുത്ത് വളർത്തുന്ന ഈ വക സാധനങ്ങൾ ഇത് മുഴുവൻ തീർന്നു കഴിയുമ്പോൾ ഇറാൻ തീർന്നു. കാരണം ഇറാനെ കൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ രാജ്യത്ത് നിന്ന് ഔദ്യോഗിക പട്ടാളം വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യും എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും സ്വപ്നമാണ്. അങ്ങനെ ഒരു കാര്യം ചെയ്താൽ ആ നിമിഷം ഇറാൻ തീരും. കാരണം ഇറാൻ ഇതൊന്ന് തുടങ്ങി കിട്ടാൻ വേണ്ടിയാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ കാത്തു നിൽക്കുന്നത്. കാരണം അവരുടെ ന്യൂക്ലിയർ ടെക്നോളജി അവർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേരോടെ പിഴുതെറിയാനുള്ള ഒരു അവസരമാക്കി അവരിത് ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഇറാൻ പറയുന്നത്, ഇസ്രായേൽ പലതവണ ഞങ്ങൾ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ നോക്കി, ഇസ്രായേൽ അവരെ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ നോക്കി എന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് ഞങ്ങൾ അതിന് ചൂണ്ടയിൽ കൊത്തിയില്ല എന്നാണ് പറയുന്നത്. ആ ചൂണ്ടയിൽ കൊത്തിയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം അവരുടെ പണി തീരുന്നുള്ളത് അവർക്കറിയാം. കാരണം എല്ലാവരും നോക്കിയിരിക്കുന്നത് ഇതിലൊന്ന് കൊത്താൻ വേണ്ടി തന്നെയാണ്. ഇതിൽ കൊത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് ആ മൊമെൻറ്റിൽ ഇതിൻ്റെ പേരിൽ പൊട്ടിത്തെറിക്കും. അപ്പോൾ അത് കൊണ്ട് തന്നെ ഇറാൻ ഈ ചൂണ്ടയിൽ കൊത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഹിസ്ബുള്ളയുമായുള്ള ഈ യുദ്ധത്തിൻ്റെ ഈ ഒരു ഫേസ് കഴിഞ്ഞാൽ മിക്കവാറും ഹൂതികളുമായിട്ടൊരു ഫേസ് കൂടി ഉണ്ടാവാനാണ് സാധ്യത. ഇസ്രായേലിനെ സംബന്ധിച്ച് അത് ചെയ്യാൻ കഴിയും. കാരണം അമേരിക്കൻ നേവി ഇപ്പോൾ യമൻ്റെ ചുറ്റും വന്ന് വളഞ്ഞു കിടപ്പുണ്ട്. അവരുടെ പിന്നെ എയർക്രാഫ്റ്റ് പറക്കാൻ സംവിധാനമുള്ള വലിയ ഷിപ്പുകൾ 4-5 എണ്ണം അറേബ്യൻ സീയിലുണ്ട്, റെഡ് സീയിലേക്ക് കടന്നു കിടക്കുന്നുമുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് സറൗണ്ടിങ് ആക്ച്വലി യമൻ. അപ്പോൾ അതിൽ നിന്ന് ഉള്ള ചെറിയൊരു അറ്റാക്ക് പോലും താങ്ങാൻ ഈ പറഞ്ഞ ഹൂതികൾക്ക് സാധിക്കുകയില്ല. മാത്രമല്ല യമനിൽ ഹൂതികൾ റിബലാണ്, അവരവിടുത്തെ റൂളിംഗ് ഫോഴ്സ് അല്ല. അതിൻ്റെ ചില ഭാഗങ്ങൾ ഇവിടെ ഹിസ്ബുള്ള ലെബനോണിൽ ആ രാജ്യത്തെ എങ്ങനെ ഉപദ്രവിച്ചുകൊണ്ട് നിൽക്കുന്നു, എങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കി നിൽക്കുന്നു, അതുപോലെ തന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കി അതിൻ്റെ കുറേ ഭാഗങ്ങൾ കയ്യിൽ പിടിച്ചു വെച്ചാണ് ഹൂതികളോടെ നിൽക്കുന്നത്. അപ്പം അത് കൂടി ഇല്ലാതാവേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഏഷ്യയുടെ ആ ഒരു പ്രദേശത്ത്, നമ്മൾ അറേബ്യൻ പ്രദേശം എന്ന് പറയുന്ന ആ റീജിയണിൽ സ്ഥായിയായ സമാധാനം ഉണ്ടാവുകയുള്ളൂ. അത് ഉണ്ടാവുകയാണെങ്കിൽ നിശ്ചയമായും ലോകത്തിൽ മുഴുവൻ സമാധാനം ഉണ്ടാവും. കാരണം ഈ ഇസ്ലാമിക ഭീകരത എന്ന് പറയുന്നത് യൂറോപ്പിനെയും ഇന്ത്യയെയും വിവിധ രാജ്യങ്ങളെ വല്ലാതെ അലോസരപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. ലോകത്തിൻ്റെ ഏറ്റവും വലിയ തലവേദനയാണ് ഇസ്ലാമിക ഭീകരത എന്ന് പറയുന്നത്. ആ ഇസ്ലാമിക ഭീകരതയുടെ തല തകർക്കപ്പെടും ഈ ഇറാൻ വളം കൊടുത്ത് വളർത്തുന്ന ഇത്തരം ക്ഷുദ്രജീവികളെ മുഴുവൻ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ തല തകരും. അതോടെ ലോകത്ത് വലിയ സമാധാനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം 1 വർഷത്തോളം എടുക്കുന്ന പ്രോസസ്സ് ആവാനാണ് സാധ്യത ഈ ഒരു സംഗതിയിലേക്ക് വരുന്നത്. ഇസ്ലാമിക ലോകത്തിന് തന്നെയാണ് വലിയ സമാധാനം കിട്ടുന്നത്. ഇവരെ കൊണ്ടുള്ള ഏറ്റവും വലിയ ശല്യം സൗദി അറേബ്യയ്ക്കും അതുപോലത്തെ രാജ്യങ്ങൾക്കും ഒക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ഹൂതികളെ സൗദി അറേബ്യ എതിർക്കുന്നത്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എതിർക്കുന്നത്. അപ്പം ഈ ഹൂതികളെന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ മാത്രം ശത്രുവല്ല, അവർ സൗദി അറേബ്യയുടെയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെയും ഒക്കെ ശത്രുവാണ്, യമൻ്റെയും ശത്രുവാണ്. അപ്പം അതാണ് ഭീകരം എന്ന് പറഞ്ഞാൽ അതാണ് അവരാരുടെയും മിത്രമല്ല, അവരെല്ലാവരുടെയും ശത്രുവാണ്. നല്ലതുപോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ശത്രുവാണ്. അതാണ് ഈ കോൺഫ്ലിക്റ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു ഫേസ് എന്ന് പറയുന്നത് ഇതാണ്. എന്തായാലും ഈ കോൺഫ്ലിക്റ്റുകളൊക്കെ വളരെ വേഗം അവസാനിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. വളരെ വേഗം കാര്യങ്ങൾ സമാധാനത്തിൽ എത്തട്ടെ എന്നും ഇസ്രായേൽ ലക്ഷ്യം കാണാൻ സാധിക്കട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം.